ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 31 റിവ്യൂ ആണ്. തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി പിടിച്ച് പറിച്ച് പവർ കൈക്കലാക്കുന്ന ഒരു ടാസ്ക് കൊടുത്തിട്ട് ബിഗ് ബോസ് പറയുകയാണ്, നിങ്ങൾ തമ്മിലടിക്കാൻ വേണ്ടി അല്ല കേട്ടോ ഈ ഒരു ടാസ്ക് തന്നിരിക്കുന്നത്, ബുദ്ധിയും തന്ത്രം ഉപയോഗിച്ചിട്ട് കളിക്കണേ, എന്നാൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഈ സീസണിലെ ഏറ്റവും വലിയ കൺവിൻസിങ് സ്റ്റാറാണ് ഈ പറയുന്ന ബിഗ് ബോസ്. എന്നിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്? അനീഷിനാണെങ്കിൽ ശ്വാസം കിട്ടാതെ പെടഞ്ഞ് മുഖമൊക്കെ അങ്ങോട്ട് നീലച്ച് വേറെ ഏതോ യൂണിവേഴ്സിലേക്ക് പുള്ളി ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു. രേണുസുതി ആണെങ്കിൽ പോകേണ്ടി വരും എന്നുള്ള ഒരു വർത്താനം ആര്യൻ്റെ അടുത്തുനിന്ന് കേട്ടു. ഇമാതിരി ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ടൊക്കെ ആരോപിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഗംഭീര മർദ്ദന മുറകളൊക്കെ ആയിരുന്നു പല ടീമുകളുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ക്യാപ്റ്റനും സഹായികളും നല്ല രസമുള്ളൊരു ടീം തിരിക്കലൊക്കെ ആയിരുന്നു ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ബിഗ് ബോസ് ആണല്ലോ ടീം തിരിച്ചത്. പിന്നെ ആര്യൻ്റെ ഒരു ഡാർക്ക് ഹ്യൂമർ, അത് ഇത്തിരി പ്രശ്നമാണ്. ഡാർക്ക് ഹ്യൂമർ എന്നാണ് ഇത്തരത്തിലുള്ള തമാശകളെ നമ്മൾ വിളിക്കുക. പക്ഷേ അത്തരത്തിലുള്ള തമാശകൾക്ക് നമ്മൾ വലിയ സ്ഥാനം കൊടുക്കാറില്ല. സുധിച്ചേട്ടൻ ഹൗസിലുള്ള ഒരു സാഹചര്യത്തിൽ, ഹൗസിലുണ്ട്, ഇന്നലെ ജിഷിനെ കാണിച്ചു കൊടുക്കുന്നത് കണ്ടു. ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് സുധിച്ചേട്ടൻ ഞാൻ വന്നു എന്ന് പറഞ്ഞു. സുധിച്ചേട്ടൻ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന രേണു സുധിയോട് സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് മുകളിലേക്ക് ചൂണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡാർക്ക് ഹ്യൂമറായിട്ട് പോലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ആര്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ പരിധികളെല്ലാം ലംഘിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. എന്ത് സംസാരിക്കണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ ആ ചങ്ങായിക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ അയാളൊരു ശിശുവാണല്ലോ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അദ്ദേഹത്തെ പല രീതിയിലും ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. അക്ബറിന് പെട്ടെന്ന് ദേഷ്യം വന്നു ഈ ഒരു ഡാർക്ക് ഹ്യൂമർ കേട്ടിട്ട്. അയാൾ നല്ല രീതിയിൽ തിരിച്ചു പ്രതികരിച്ചു. എന്നാൽ അപ്പാനി ശരത്ത് ആ ഒരു തമാശയിൽ, ആ ഒരു ഡാർക്ക് ഹ്യൂമറിൽ ചെറിയ രീതിയിൽ ചിരിച്ചതുകൊണ്ടും അത് ആസ്വദിച്ചതുകൊണ്ടും അത് അക്ബറിനെ അറിയിച്ചതുകൊണ്ടും കൂടുതലായിട്ട് പിന്നെ അക്ബറിനൊന്നും പറയാൻ പറ്റിയില്ല. ഷാനവാസ് എവിടെ നിന്നും അറ്റവും മുറിയും കേട്ടിട്ട് വന്നിട്ട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും അതൊരു ഡാർക്ക് ഹ്യൂമറായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കരുതാം, അല്ല എന്നുണ്ടെങ്കിൽ കരുതണ്ട. നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, വോട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഹ്യൂമറിനെയും ഹ്യൂമർ അല്ലാത്ത ആ ഒരു കാര്യത്തെയും ഒക്കെ പരിഗണിച്ചിട്ട് വോട്ട് കൊടുക്കുക. അതേപോലെ നമ്മുടെ അനുമോൾ ഇനി അനുമോളല്ല, അനു ദ ഗെയിമർ എന്നുള്ള രീതിയിൽ അറിയപ്പെടും എന്നുള്ളതാണ് ആദ്യത്തിലേക്ക് പറയുന്നത്. സ്ട്രോങ് ഗെയിമറാണ്, എല്ലാം ഗെയിമാണ്. ഈവൻ പ്ലാച്ചി അടക്കം ഒരു ഗെയിമാണെന്നാണ് പറയുന്നത്. പ്ലാച്ചി എവിടെ? പ്ലാച്ചിനെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു വേറെ ഗംഭീര ഗെയിമുകൾ കിട്ടുന്നതുകൊണ്ട് പ്ലാച്ചി എവിടെ എങ്ങാണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പ്ലാച്ചിയിലൊന്നും വീടുന്ന തരത്തിലേക്കുള്ള മൈൻഡ് സെറ്റിലല്ല അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസ്. കാരണം വൈൽഡ് കാർഡ്സ് വന്നിരിക്കുന്നു. ഈ വൈൽഡ് കാർഡ്സിനെയും ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെ രണ്ടാക്കി നിർത്തിയിട്ടുള്ള ഒരു കളി, അതൊരു ഗംഭീര കളി തന്നെയാണ്. രണ്ടും രണ്ടായിട്ട് ഇരുന്നോട്ടെ കുറച്ച് ദിവസം എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ഒരു മൈൻഡ്. അതേപോലെ തന്നെ വൈൽഡ് കാർഡ്സ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പണി തരാൻ വരുന്ന ആളുകളാണ് എന്ന് പൊതുവേ ബിഗ് ബോസ് സീസണിലുള്ള കണ്ടസ്റ്റൻസ് വിചാരിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം ആദ്യത്തെ ദിനം കഴിയുമ്പോൾ ഓണവില്ല് കളിക്കുന്നത് നമ്മൾ സ്ഥിരമായി കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ സീസണിൽ അങ്ങനെയല്ല, രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. വൈൽഡ് കാർഡുകൾ അവർക്ക് വേണ്ട സാധനങ്ങൾ, ഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട്, ഇവരെ പോലെ കഷ്ടപ്പെട്ടല്ല, ഈസി ആയിട്ട് പണിപ്പുരയിൽ പോയി എടുക്കുന്ന സമയത്ത് കൂടെ എടുത്തുകൊണ്ട് വരുന്നതോ ഇതുവരെ അവിടെ കഷ്ടപ്പെട്ടു ഒരു ദോശയൊക്കെ കഴിച്ച് കിടന്നിട്ടുള്ള ആളുകൾക്കുള്ള പണിയും വലിയ ബോംബും ചെറിയ ബോംബും ഒക്കെ ആയിട്ട് ഓരോ പണികളായിട്ടാണ് വരുന്നത്. വലിയ വലിയ ടൈലർമാരെ കൊണ്ട് തയ്പ്പിച്ച് വീക്കെൻഡിൽ അടിപൊളിയായിട്ട് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ പോലും ഇട്ട് ലാലേട്ടനെ പോലും കാണിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുമെന്നുള്ള പേടിയുണ്ട്. ലാലേട്ടനെ കാണാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഇവരെ കാണാൻ പറ്റുമോ, നമുക്ക് ഇവരെ കാണാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ഈ ലാലേട്ടനെ കണ്ട് ലാലേട്ടൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് കിട്ടണയൊക്കെ വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസണിൽ മെയിനായിട്ടുള്ളൊരു സംഗതിയാണ്. ഇനി അനുമോളിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ അനുമോൾ ബാക്കിയുള്ള പെണ്ണുങ്ങളെയൊക്കെ തൻ്റെ വാലാക്കി പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിട്ട് അവിടെ ഗെയിം കളിച്ച് മുന്നോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കാമോ? ഓവർ കോൺഫിഡൻസ് ആവരുത്. കോൺഫിഡൻസ് ആവാം, ഓവർ കോൺഫിഡൻസ്. ശൈത്യൻ്റെ പുറകെയാണ് നടന്നത്, എല്ലാ ആൾക്കാരും എൻ്റെ പുറകെയാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഹൗസിൽ അനുമോൾ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അനുമോൾ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. വൈൽഡ് കാർഡുകൾക്ക് വേണ്ടപ്പെട്ട ആളായിട്ട് അനുമോൾ മാറുന്നു, ജിഷിന് വേണ്ടപ്പെട്ട ആളായിട്ട് അനുമോൾ മാറുന്നു. അനുമോൾ സ്വന്തമായി കണ്ടെത്തിയ ന്യായത്തിനൊപ്പം നിൽക്കുന്നു. അതേപോലെ അനുമോൾ നിയന്ത്രിക്കുന്നു കിച്ചണിൽ എങ്ങനെ എത്ര ഭക്ഷണം കഴിക്കണം, എത്രത്തോളം വിശപ്പ് ഒരു മനുഷ്യനാവാം ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം, ബാത്റൂം എങ്ങനെ കഴുകണം എന്നുള്ളത് അനുമോൾ തീരുമാനിക്കുന്നു. അനുമോൾ ഏത് ടീമിലേക്ക് വരണം എന്നുള്ളത് ക്യാപ്റ്റനേക്കാളും അതീതമായിട്ട് അനുമോൾ തീരുമാനിക്കുന്നു. കിച്ചണിൽ അനുമോൾ ഇല്ലെങ്കിൽ ഒരുത്തനും ഫുഡ് കഴിക്കണ്ട എന്നുള്ളൊരു മൈൻഡ്. അതേപോലെ തന്നെ അവിടെ എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുന്ന റേഷനൊക്കെ ഓരോ ടീമിനെ സ്പ്ലിറ്റ് ചെയ്ത് കിച്ചണിലേക്ക് ഓരോ ആളുകൾ ഇട്ടുണ്ടാക്കുന്ന ആ ഒരു സാധനം അനുമോളുടെ ഔദാര്യത്തിൽ വേണം ആൾക്കാർ കഴിക്കാനെന്നുള്ള ഡയലോഗൊക്കെ അടിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അനുമോൾ ആളുകൾക്കൊരു ശല്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശല്യത്തെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു ശല്യത്തിനെതിരായിട്ട് ഗെയിം കളിക്കാനായിട്ട് ആദിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആദിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദിലൊക്കെ തന്നെ ഇത്തിരി ക്ഷീണം ഉണ്ടാക്കുന്നതാണ്. അതിലെന്തിനാണ് വിചാരിക്കുന്നത് അനുമോളുടെ വാലാണ് എന്നുള്ളത്? സത്യം പറഞ്ഞാൽ അനുമോളുടെ വാലാണ് ആദില എന്നുള്ളത് നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിലേക്ക് അങ്ങനെ തന്നെ മുന്നേ കൂട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതിനെതിരെ ഒരു ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ
താങ്ക് യു. നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. ഇനി എപ്പിസോഡിലേക്ക് പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ കിച്ചണിലാണല്ലോ, രാവിലെ പിന്നെ കിച്ചണിലാണ് അലമ്പ് പരിപാടികളെല്ലാം. ലക്ഷ്മി കുറച്ചും കൂടെ ദീർഘവീക്ഷണമുള്ള ഒരാളാണ്, പക്ഷേ ആ ഒരു വീക്ഷണം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഭക്ഷണമൊക്കെ വളരെ ഇങ്ങനെ ലുബ്ധിച്ചിട്ടാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. സാമ്പാറിൽ വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ, റേഷനായിട്ട് പോയി വാങ്ങണ്ടല്ലോ, അപ്പോൾ വെള്ളം കൂടുതൽ കിടന്നോട്ടെ, 2-3 കഷ്ണം കിടന്നാൽ മതി, കുറച്ച് മസാല ഉണ്ട്, അങ്ങനെയുള്ള ഒരു ജലപ്രളയം തന്നെയായിരുന്നു നമ്മുടെ സാമ്പാറിൻ്റെ പാത്രത്തിൽ കണ്ടത്. അത് രസമാണോ സാമ്പാറാണോ എന്നുള്ളതിൽ വലിയൊരു തർക്കം രാവിലെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സോറി, അത് പരിപ്പ് കറിയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഉള്ളി ചമ്മന്തി ജിഷിൻ പ്രത്യേകമായി ഉണ്ടാക്കിയിരുന്നു. ആ ഒരു ഉള്ളി ചമ്മന്തിയും കൃത്യമായി വിതരണം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിന് മറ്റേ KGF-നകത്ത് വില്ലന്മാരെ പോലെയാണ്, ഇത് ഞങ്ങളുടെ കോട്ടയാടാ, ഇവിടെ ഞങ്ങൾ പറയുന്നതൊക്കെ തിന്നാൽ മതി, കൊടുത്ത് ശീലിപ്പിച്ചിട്ടാണ്. ഇന്നലെ അവന്മാർക്ക് 2 ദോശയും കൊടുത്തു, എക്സ്ട്രാ വന്ന ദോശ കൊടുത്തു. എക്സ്ട്രാ വന്ന ദോശ പുറത്ത് എറിഞ്ഞു കളഞ്ഞാലും കുഴപ്പമില്ല, തീറ്റി പഠിപ്പിക്കരുത്, തീറ്റി പഠിപ്പിച്ചാൽ പിന്നീട് വിശപ്പ് കൂടും എന്നൊക്കെ ഉള്ള എന്തോ വലിയ മറ്റേ കോൺസെൻട്രേഷൻ ക്യാമ്പിനകത്തെ പോലത്തെ റൂളൊക്കെയാണ് അനുവിൻ്റെ മൈൻഡിൽ. അതേപോലെ തന്നെ ഇരട്ട താപ്പുകളുടെ രാജകുമാരിയായിട്ട് വല്ലാതെ അങ്ങോട്ട് മാറുന്നുണ്ട്. അനുമോൾ പറഞ്ഞു, നമ്മൾ കഷ്ടപ്പെടണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മളിവിടെ വന്നിരിക്കുന്ന ഗെയിം കളിക്കാൻ വേണ്ടിയാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഇവിടെയുള്ള നിയമങ്ങൾക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്, കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം. ഇവിടെ നമുക്ക് എന്താണ് പണി, AC-യിലൊക്കെ നമ്മളിവിടെ ഇരിക്കുകയല്ലേ, അപ്പം നമുക്കത്ര കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനുമോൾക്ക് അവിടെ കഴിക്കാൻ സമയം, അനുമോള് മറ്റേ ഗെയിം പ്ലാനിങ്ങും ഇങ്ങനെ ആകാശത്തും അല്ല താഴെയല്ല എന്ന് പറയുന്ന കോൺഫിഡൻസിൽ ഇങ്ങനെ നടക്കുകയാണ്. ഈ വൈൽഡ് കാർഡുകൾ വന്നപ്പോഴത്തേന് അനുവിനെ നല്ല രീതിയിൽ മസ്താന് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ മസ്താന് സപ്പോർട്ട് ചെയ്തപ്പോഴത്തേന് അനു വിചാരിക്കുന്നത് പുറത്ത് ഭയങ്കര ഇമേജ് ആണ് എന്നുള്ളതാണ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. പിന്നെ ജിഷിൻ ചേട്ടൻ വന്നല്ലോ, ജിഷിൻ ചേട്ടൻ്റെ ആ ഒരു അപ്രോച്ചൊക്കെ അനുവിനല്ലാതെ വേറെ ഒരു മനുഷ്യന്, ബുദ്ധിയുള്ളൊരു മനുഷ്യന് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത്ര റോങ് മച്ചാനാണ് ഈ ജിഷിൻ എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കൽ. ഹൗസിലുള്ള എല്ലാ ആൾക്കാരും ജിഷിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടിക്കാൻ വേണ്ടിയുള്ള ഗെയിം ഒന്നിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ബർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ദോശ നന്നെങ്കിൽ നല്ലതെങ്കിൽ കറിയില്ലാതെ കഴിക്കാം, ഇത് കറിയും കൊള്ളത്തില്ല ദോശയും കൊള്ളത്തില്ല. അപ്പം എനിക്കും ഈ ഒരു അടിമകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെയുള്ള കൊടുപ്പിൽ കാര്യമായിട്ടുള്ള വിയോജിപ്പുകളുണ്ട്. പുള്ളിയും അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നത്, ബിന്നി വന്നപ്പോൾ 2 ദോശയാണല്ലോ കൊടുത്ത്, അന്ന് ആർക്കും പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കൂടെ എന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് രാവിലെ നാടകം തുടങ്ങിയതാണ്. അത് കൃത്യമായിട്ടുള്ള ഗെയിമാണെന്നുള്ളത് പിന്നീട് മനസ്സിലായി. രാവിലെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എപ്പിസോഡിൽ കാണിച്ചില്ല. മറ്റേ എവിടെയോ പോയി ഒളിച്ച് മാറി നിൽക്കുന്ന ഒരു പരിപാടി, മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ നടക്കുന്ന സമയത്ത് മാറി നിൽക്കുന്ന ഒരു പരിപാടി, കുറേ നേരം അവിടെ നിന്ന് ആരും മൈൻഡ് ചെയ്തില്ല. പിന്നെ തിരിച്ച് കയറി വന്നു. ഈ കിച്ചണിലെ ഫൈറ്റ് തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് ബാക്കിയുള്ള ആൾക്കാരോട് പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. പക്ഷേ അതിലെ നുറയ്ക്ക് കൃത്യമായിട്ടത് പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട്. ക്യാപ്റ്റൻ നിവിൻ അവിടെ കൃത്യമായി ഇടപെടുകയാണ്. ഇത്തിരി വീക്കാണ് ക്യാപ്റ്റൻ നിവിനായിട്ട് നിൽക്കുന്ന സമയത്തുള്ള പവറൊന്നും ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന സമയത്തില്ല. എന്നാലും ക്യാപ്റ്റനായിട്ടുള്ള നിവിൻ പറയുകയാണ്, ജിസയിലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അനുമോള് ഫുഡിൻ്റെ കാര്യത്തിൽ അത്ര നല്ലതല്ല. ജിസയിലുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു കാര്യം പുള്ളി അവിടെ എടുത്തിരുന്നുണ്ട്. അതുകൊണ്ട് അനുമോള് ബാത്റൂമിലേക്ക് പോട്ടെ, ഇനി കിച്ചണിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അനുമോള് കിച്ചണിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അനുമോളുടെ കംപ്ലീറ്റ് പവർ പോകുന്ന ഒരു ഫീലാണ് അനുമോൾക്ക്. ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ 2 ദോശ എണ്ണി കൊടുക്കണം, അവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കണക്ക് കൂട്ടി വയ്ക്കണം. അതേപോലെ തന്നെ അനുമോളുടെ അടുത്ത് ഇങ്ങനെ കാത്തുകിട്ട് നിൽക്കണം ആൾക്കാർ, വല്ലോം തായി, അതിലൊക്കെ പുള്ളിക്കാർ ഒരു ആനന്ദം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ വന്നിട്ട് അവിടെ അനുമോളോട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് അനുമോൾക്ക് അതൊരു കണ്ടൻറ്റാണ്. തിരിച്ചു പറയുക, അതേപോലെ തന്നെ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുക. എന്നാൽ ഇതിനെന്തെങ്കിലും ഒരു ഗുഡ് റീസൺ വേണ്ടേ? അനു വന്നിട്ട് മാറി നിന്നിട്ട് പറയുകയാണ്, എനിക്കിത് വേണം, എല്ലാ ആൾക്കാർക്കും ഞാൻ കൊടുത്തു, എന്നിട്ട് ഞാനിത് കേൾക്കണം. അനു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ ഗംഭീരമായിട്ട് കൊടുത്തേനല്ലോ. ഒനിയിലൊക്കെ എന്ത് ഭംഗിയായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യം കൈകാര്യം ചെയ്തതാണ്, ജിസയിൽ എത്ര ഭംഗിയായിട്ട് ചെയ്താണ്, ബിന്നി എത്ര ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തതാണ്. അപ്പം ഈ അനു അവിടെ വന്നിട്ട് ഈ ക്യാമറ എടുത്ത് പോയിട്ട് നാടകം ഇറക്കുന്നത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ലക്ഷ്മി ഇത് കൃത്യമായിട്ട് പറയുകയാണ്, സാധനങ്ങളുടെ സ്കേഴ്സിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത്. ആക്ച്വലി അത്ര സ്കേഴ്സിറ്റി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്ന് തോന്നുന്നു. ഈ പരിപ്പിത്തിരി കൂടുതലിടുന്നതും അല്ലെങ്കിൽ ഉള്ളിത്തിരി കൂടുതലിടുന്നതും ഒന്നും അത്ര പ്രശ്നമുള്ള സംഗതിയല്ല. കാരണം സ്ഥിരമായിട്ട് നമ്മൾ ഈ ബിഗ് ബോസ് ഒക്കെ കാണുന്ന സമയത്ത് ഇത്ര ദാരിദ്ര്യാവസ്ഥയിൽ ഭക്ഷണം ഉണ്ടായിട്ടും ആളുകൾ കഴിഞ്ഞായിട്ട് അറിവില്ല. പിന്നെ തീരെ ഫുഡില്ലാതിരുന്ന അവസ്ഥകളുണ്ട്, പക്ഷെ അത് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ഇതെല്ലാ ദിവസവും ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര നല്ല ഗെയിമാണോ എനിക്കറിയില്ല. ഇതിനുശേഷം മസ്താനിയും അനുവും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ആരും വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും എടുക്കുന്നൊന്നുമില്ല, 1 ദോശ മതി വിശപ്പ് തീരാൻ വേണ്ടി, 2 ദോശയൊക്കെ അധികമാണ് എന്നുള്ളൊരു മൈൻഡാണ് അനുവിന്. അപ്പോൾ മസ്താനി പറയുന്നുണ്ട്, ആളുകൾക്ക് വിശപ്പ് വരുമ്പോൾ അവർ പ്രതികരിക്കും. അപ്പോൾ അനു അങ്ങനെയല്ല, എന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണോ, ജെന്യൂനായിട്ട് ചെയ്യുന്നതാണോ, എനിക്ക് തോന്നുന്നില്ലത്. പിന്നീട് ആദിലെ നൂറയൊക്കെ ഇരിക്കുന്ന സമയത്തും ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആദിലെ നൂറയൊക്കെ പറയുന്നുണ്ട്, ഇത് ദോശ ചെറുതാണ്, അത് ആളുകൾക്ക് തികയുന്നതല്ല. അപ്പം ആദിലല്ലേ ചോദിച്ചത്, ഞങ്ങൾ എഴുന്നേറ്റ് പോകണോ, ഒറ്റയ്ക്ക് ഇരിക്കണോ,
അപ്പം അനു എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഒറ്റപ്പെടൽ പരിപാടി, അനുവിൻ്റെ കണ്ടന്റ് മേക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ് ആദിൽ എന്ന് പറയാൻ കൃത്യമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പ്രതീക്ഷിച്ചു ഈ നൂറ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു, പക്ഷേ നൂറയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള ഫോക്കസ് ഒന്നുമില്ല. ആദിലേക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. അതിലിന്ന് എപ്പിസോഡിന് അവസാനം പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ, അതിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്ക് പറയണം, ഞാനൊരു കംബാക്കിന് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലാനിങ് ഒരിക്കലും അനുവിന് ഫേവറബിൾ ആയിട്ടുള്ളതല്ല. ആദിലെയും ഷാനവാസും ഒക്കെ സംസാരിച്ച ഒരു കാര്യവും കൃത്യമാണ്. കാരണം അവർ നോക്കുമ്പോഴത്തേനും അവർ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അനുവിൻ്റെ ഭാഗത്തുനിന്ന് വളരെ റോങ് ആയിട്ടുള്ള തന്നിഷ്ടപ്രകാരമുള്ള കാര്യങ്ങളാണ്. ക്യാപ്റ്റനെ അംഗീകരിക്കത്തില്ല. ജിഷിനൊക്കെ ആ ഒരു ബാത്റൂമിലെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി അനുവിനെ വിളിക്കുന്ന സമയത്ത്, ജിഷിനെ ഇങ്ങടെ ബാത്റൂമിലേക്ക് തട്ടിയിരുന്നല്ലോ ക്യാപ്റ്റൻ, വിളിക്കുന്ന സമയത്ത് അനു അങ്ങടേക്ക് പോകുന്നില്ല. അപ്പോൾ അനുവിന് അവിടെ ഓരോ ന്യായങ്ങളാണ്. ഇപ്പോൾ വീട്ടിൽ നമ്മളതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യില്ലേ, ഇവിടെ വരുമ്പോൾ കുറേയധികം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഇവിടുത്തെ നിയമങ്ങളൊക്കെ പാലിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അനു, ബാത്റൂം ഞാൻ അങ്ങനെ കഴുകത്തില്ല, വീട്ടിൽ ഞാൻ കുളിച്ചതിന് ശേഷമാണ് ബാത്റൂം വൃത്തിയാക്കുന്നത്, അങ്ങനെ എവിടെയും ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അവിടെയുള്ള ഹൗസ് മെയ്റ്റ്സിന് ഈസി ആയിട്ട് ദേഷ്യം വരുന്ന കാര്യങ്ങളാണല്ലോ. അത് പ്രേക്ഷകരിലേക്കും അവരത് കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട്. അതിലേക്ക് ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. ഏതൊക്കെ മികച്ച ഗെയിമറാണ്, അയാളുടെ വാലിൽ കുറേ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു മികച്ച ഗെയിമർ ടാസ്കുകൾ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അനുവിൻ്റെ വാലയിൽ അവർ നടക്കുന്നുണ്ട് എന്ന് അനു പറഞ്ഞാൽ കൂടെ അനുവിൻ്റെ പണിയൊന്നും എടുത്തു കൊടുക്കാനായിട്ട് ഇവർ റെഡിയൊന്നുമല്ല. അപ്പം നോറയൊക്കെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, നൂറ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ബാത്റൂം വൃത്തിയാക്കിയിട്ട് എന്താണ്. അപ്പം അനുവിൻ്റെ വർത്താനം എന്താണ്, ഭക്ഷണത്തെ കുറിച്ചിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സമയത്തുള്ള വർത്താനം എന്താണ്, നിങ്ങൾ കഴിച്ചില്ലേ, കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് നൂറ് ചോദിച്ചത് കൃത്യമാണ്. അപ്പോൾ ഇങ്ങനെ പണിയെടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനുവിനെ ബാക്കിയുള്ള ആൾക്കാർ ചാടിക്കും. അതേപോലെ തന്നെ കിട്ടിയ അവസരങ്ങളിൽ എടുത്തിട്ട് അലക്കും. അവർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനു ഇല്ലാണ്ടായി പോകും. കാരണം അനു ഒരു ഇല്യൂഷനിലാണ് നടക്കുന്നത്. കുറേ ദിവസം കഴിയുമ്പോഴത്തേന് ഈവൻ മസ്താനി പോലും സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നില്ല. ഇപ്പോൾ തന്നെ മസ്താനിക്ക് മടുത്തിട്ടുണ്ട്. മസ്താനിയുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ തീർന്നു. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ വീക്കാക്കുക എന്നുള്ളതൊക്കെയാണ് മസ്താനി ഉദ്ദേശിക്കുന്നത്. പക്ഷേ വൈകിട്ട് കുറച്ചായിട്ട് ഇരുന്ന് ആലോചിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെയുള്ള ഒരു ആലോചനയിലോ മസ്താനിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു നിരാശ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അയ്യോ അത് പറയണ്ടായിരുന്നു. കാരണം പലതും സദാചാരമാണ്. അതേപോലെ തന്നെ പലതും പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള അറ്റാക്കാണ്. ഇതിനുശേഷം പണിപ്പുര ടാസ്ക്കാണ്. പണിപ്പുര ടാസ്ക് ശരിക്കും പറഞ്ഞാൽ പണിയാണ് ആർക്ക്, നിലവിൽ അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന്. വൈൽഡ് കാർഡുകൾക്ക് കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അവർക്ക് മണി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വഴി അതിനകത്തുണ്ട്, നമ്മൾ കണ്ടതാണ്. അപ്പം ഈ പണിപ്പുര ടാസ്കിൽ കൃത്യമായിട്ടുള്ള സമയത്ത് പോയി സാധനങ്ങൾ ഓടിയെടുക്കണം. ഇവർക്ക് ഇപ്പോഴും ഒരു ഗ്രൂപ്പ് പ്ലാനിങ് ഒന്നും ആയിട്ടൊന്നുമില്ല. ശരിക്കും അവർ ഹൗസിലേക്ക് നേരെ ഇഴുകിച്ചേരാനായിട്ട് ശ്രമിച്ചു. ജീഷനൊക്കെ വന്ന സമയത്ത് തന്നെ ഷാനവാസിനെയും അനുവിനെയൊക്കെ ചേർത്ത് അങ്ങോട്ടേക്ക് പോകാൻ നോക്കി. പക്ഷേ അവർ അത്ര ഇങ്ങോട്ട് അടുപ്പിച്ചില്ല. എസ്പെഷ്യലി ഷാനവാസ്. അനുവും ആ ഒരു ടീമിലേക്ക് അനുവിൻ്റെ ഗുണത്തിനായിട്ട് വരുന്ന അല്ലാതെ ജിഷിനെ വലിയ കാര്യമായിട്ട് സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് വൈൽഡ് കാർഡുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാര്യമായിട്ടുള്ള കോർഡിനേഷൻ ഒന്നുമില്ല. അപ്പോൾ പണിപ്പുര ടാസ്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് വലിയ പ്ലാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഹൗസ് മെയ്റ്റ്സിന്, അക്ബർ അതേപോലെയുള്ള ഗ്യാങ്ങിനൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, ഈ പണിപ്പുരയിൽ ഇവരെടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങളുടെ കൂടെ പണിയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ടത് മോണിറ്റർ ചെയ്യണം. അപ്പോൾ അവർ ബസ്സറടിക്കുന്ന സമയത്ത് തന്നെ ജിഷനൊക്കെ ഓടിപ്പോകുന്നു, സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ അതിനകത്ത് ബിന്നി പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ രണ്ടാമത് പോയതുകൊണ്ടാണ് സമയം തികയാഞ്ഞത്. പക്ഷേ ജിഷിൻ കറക്റ്റായിട്ട് ഈ ബസ്സറടിച്ച സമയത്ത് പുറത്തുണ്ട്. പക്ഷേ അക്ബർ ഒന്നും സമ്മതിക്കുന്നില്ല. ആൾക്കാർക്ക് ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല ജിഷിൻ ഈ ബസ്സറടിച്ചതിന് മുന്നേ ആണോ വന്നത് ശേഷമാണോ വന്നതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യ ഐഡിയ ഒന്നുമില്ല. ബിഗ് ബോസും ആ ഒരു കാര്യമൊന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ റെഡിയൊന്നുമല്ല. അതൊരു ഗെയിമാണല്ലോ. അത് പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവർ കൃത്യമായിട്ട് കുറച്ച് സെക്കൻഡ് മുന്നേ വന്നതെന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ പോകേണ്ട ഒരു ഉദ്ദേശം ബിഗ് ബോസിനും ഇല്ല. അപ്പം നെവിനെ അത് ഏൽപ്പിച്ചു, ക്യാപ്റ്റനെ ഏൽപ്പിച്ചു, എന്താണ് എപ്പോഴാണ് വന്നത്. അപ്പം നെവിൻ പറഞ്ഞു ഇങ്ങനെ, നെവിൻ അപ്പോൾ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് പറഞ്ഞത്. എനിക്കങ്ങനെ സ്പ്ലിറ്റ് സെക്കൻഡ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയത്തില്ല, എന്നാലും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അത് ജിഷിൻ കൃത്യമായിട്ട് തന്നെ അത് എടുത്തു. ജിഷിൻ അത് മുന്നേ വന്നെന്നുള്ള പുള്ളിക്ക് അറിയാമല്ലോ. അപ്പോൾ അക്ബറിനൊക്കെ അറിയാം, അവർ ബസ്സറടിച്ചതിന് ശേഷവും സാധനം കൊണ്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ആർക്കും ഒബ്ജക്ഷൻ ഇല്ല. അപ്പാനി പറഞ്ഞൊരു അപ്പാനി അത് ആദ്യമായിട്ട് റേസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ആർക്കും ഒബ്ജക്ഷൻ ഇല്ല. പക്ഷേ ഇന്നത് പണിയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അവർ ആ ഒരു കാര്യം ഇങ്ങനെ കൃത്യമായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിഷിൻ അലമ്പ്. ജിഷിനെടുത്ത സാധനം ജിഷിൻ തിരിച്ചു വെക്കാൻ റെഡിയല്ല. അയാൾ അതുമായിട്ട് ഹൗസിലേക്ക് പോകുന്നു. അക്ബർ അതിനെ എതിർക്കുന്നു, അങ്ങോട്ടേക്ക് കയറ്റാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ജിഷിൻ വളരെ വയലൻ്റാണ്. അപ്പോൾ ജിഷിൻ്റെ വർത്തമാനങ്ങളെന്ന് പറയുന്നത്, ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊന്നുപോലെ കൊണ്ടുവന്ന സാധനമാണ് ഈ അക്ബർ എടുത്ത് എറിയുന്നത്, അവൻ്റെ അച്ഛ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണോ എന്നൊക്കെ ഉള്ളത് 3-4 തവണ പറഞ്ഞു. നിൻ്റെ അച്ഛ വീടാണോ ബിഗ് ബോസ് ഹൗസ് എന്നുള്ള രീതിയിലേക്കുള്ള സംസാരം. ഇപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ സംസ്കാരം റെഡി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ജിഷിൻ ഭയങ്കര വയലൻ്റാണ്. ഈ ലക്ഷ്മിയോടൊക്കെ സംസാരിക്കുന്നതൊക്കെ വളരെ റോങ് ആയിട്ടാണ്.
കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് പേടിയായി പോകും. ഏതായാലും ഇവിടെ അനിമോൾ ഒറ്റപ്പെടലാണല്ലോ, ബാക്കിയുള്ള ആൾക്കാർ ഒറ്റപ്പെടുത്തുന്നല്ല, സ്വയം ഒറ്റപ്പെടലാണല്ലോ. അപ്പോൾ അനിമോൾ ഹൗസിലെ മികച്ച ആൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, അത് ജിഷിൻ മാത്രം പുറത്തുണ്ടായിരുന്നു, അവർ പറയുന്നതൊന്നും ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പ് ഇതിൻ്റെ ഇടയിലൂടെ ഉള്ളത് രസമാണ്. ബാക്കിയുള്ള ആളുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരൊറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ജിഷിൻ അല്ലാത്ത ബാക്കി എല്ലാ ആളുകളും തോൽവി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. തോൽവി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അനീഷ് അടക്കമുള്ള ആളുകൾ, ഹൗസിലുള്ള ആളുകൾ വൈൽഡ് കാർഡുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ജിഷിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ബാക്കിയുള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കറിയാം അവർ ബസ്സടിച്ച സമയത്തകത്താണ്. ബിഗ് ബോസ് അവസാനം പറഞ്ഞു, ക്യാപ്റ്റൻ എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ സാധനങ്ങൾ തിരിച്ചു വെക്കേണ്ടതാണ് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. അതൊരു വലിയ വാഗ്വാദത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവിളിയിലേക്കും നീളുന്നു. വൈൽഡ് കാർഡുകൾ അതിനുശേഷം പണിപ്പുര ടാസ്കിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ജിഷിൻ ആ ഒരു രോഷപ്രകടനത്തിലാണ്. ഇതിൽ അക്ബറിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ കുറച്ചും കൂടെ ഷാനവാസ് നോക്കിയപ്പോഴത്തേന് അക്ബർ ഒന്ന് റെഡിയായി. അക്ബർ കൃത്യമായിട്ട് പോയിന്റുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അക്ബർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കുകയാണ്. കാരണം അവിടെ നിൽക്കാൻ വേണ്ടിയുള്ള ഗെയിമാണ് അക്ബർ കളിക്കുന്നത്. അതിനകത്തിപ്പം ബസർ അടിച്ചോ അടിച്ചില്ലയോ എന്നൊന്നും ഉള്ളതല്ല, നമ്മൾ ആ ഒരു ചാൻസ് എടുക്കുക. ബിഗ് ബോസ് അതിനകത്ത് നോ പറഞ്ഞെങ്കിൽ വിട്ടു കൊടുക്കുക, നോ പറഞ്ഞില്ലെങ്കിൽ ഓക്കെ, അതൊരു ബെനിഫിറ്റ് ആണല്ലോ. ആ ഒരു രീതിയിലാണ് അക്ബർ പിടിക്കുന്നത്. അപ്പോൾ ഹൗസ് മേറ്റ്സിൽ ചില ആളുകൾ ഈ ഫെയർ ഗെയിമിൻ്റെ ഒരു രീതിയിൽ വന്നിട്ട് അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അക്ബർ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്, നമ്മളെങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിങ്ങനെ ഒരു സെക്കൻഡിന് മുന്നേ ആണ്. പക്ഷേ അക്ബർ എപ്പോഴും അതൊരു സ്ട്രാറ്റജി ആണെന്ന് ഷാനവാസിനോടൊന്നും സമ്മതിച്ചിട്ടില്ല. അതിനുശേഷമാണ് കിരീട യുദ്ധം, മറ്റേ വലിയ വയലൻസ് ഒക്കെ ഉള്ള കിരീട യുദ്ധം. തൊപ്പി പിടിച്ചെടുത്ത് പവർ നേടണം, അതേപോലെ തന്നെ തൊപ്പി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. 3 പേരുള്ള 7 ടീമായിട്ട് തിരിയുകയാണ്. ഈ 3 ആൾക്കാരെ സെലക്ട് ചെയ്തത് ബിഗ് ബോസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കലിപ്പുള്ള ആൾക്കാരെയൊക്കെ ഒരു ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ട്, രസമുള്ള ടീമുകളാണ്. ഇതിൽ ഒരാളെ ഈ 3 ആൾക്കാർ ചേർന്നിട്ട് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുക. ബാക്കി 2 ആൾക്കാർ സഹായികളാണ്. ക്യാപ്റ്റൻ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കും. ഈ ക്യാപ്റ്റൻ്റെ തൊപ്പി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സഹായികൾ ക്യാപ്റ്റനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതോടൊപ്പം സഹായികളിൽ ആരെങ്കിലും ഒരാൾ മറ്റൊരു ക്യാപ്റ്റൻ്റെ തൊപ്പി അടിച്ചുകൊണ്ട് വന്ന് അവിടെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൽ തൂക്കിയിട്ട് പവർ അവരുടെ നഷ്ടപ്പെടുത്തണം. അപ്പോൾ ഇതിനകത്ത് ഒത്തിരിയധികം വലിയ പവേഴ്സാണ് ഇവർക്ക് കിട്ടുന്നത്. ഇങ്ങനെ പവർ നിലനിർത്തുകയും കരസ്ഥമാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ബാക്കിയുള്ള ആളുകളെ തോപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 6 റൗണ്ടുകളാണുള്ളത്. അതിനകത്ത് ഒന്ന് സൂപ്പർ നോമിനേഷൻ പവറാണ്. 3 ആഴ്ചകളിലേക്ക് ഓരോ ആളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള പവർ. സൂപ്പർ ഇമ്മ്യൂണിറ്റി പവറാണ്. 3 ആഴ്ചകളിൽ നോമിനേഷൻ ഫ്രീ ആവാനായിട്ടുള്ള പവർ. സൂപ്പർ ഫാമിലി പവറാണ്. ആ സമയം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, വിജയിച്ച ആൾ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിക്ക് ഒരാഴ്ച ഇവിടെ നിൽക്കാം. പവർ കൈമാറാനായിട്ടുള്ളൊരു അവസരവും കിട്ടും കേട്ടോ. അയാൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടെയുള്ള ആൾക്ക് പവർ കൈമാറാം. ഈ ഒരാഴ്ച ഫാമിലിയോടെ നിൽക്കുന്നത് ഗംഭീര പരിപാടിയാണല്ലോ എന്നൊക്കെ പലപ്പോഴും കണ്ടസ്റ്റൻസ് ബാക്കിയുള്ള ആൾക്കാരും വിചാരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഫാമിലിയൊക്കെ ഒരാഴ്ച നിൽക്കുന്ന സമയത്ത് ഈ രണ്ടും കൽപ്പിച്ച് ഗെയിമൊന്നും കളിക്കാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. അതേപോലെ തന്നെ കുറച്ച് ഇമോഷണലൊക്കെ ആവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ അവരത്ര പ്രിപ്പയർഡൊന്നും ആയിരിക്കില്ല. അപ്പോൾ അത് റിസ്ക്കാണ്. ബിഗ് ബോസിനകത്ത് ഒരു കണ്ടൻറ്റാണ്. ഇപ്പോൾ ഫുൾ ടൈം പൈസ കൊടുക്കാതെ എക്സ്ട്രാ കുറച്ച് കണ്ടസ്റ്റൻസിനെ കിട്ടുകയാണ്. ടീമുകളെ ഞാൻ പറയാം. ലക്ഷ്മി, ജിഷിൻ, നിവിൻ. നിവിനാണ് അതിൻ്റെ ക്യാപ്റ്റൻ. അക്ബർ, രേണു, ഷാനവാസ്. വലിയ കയ്യടികളാണ് ആളുകൾ. കാരണം അക്ബറും ഷാനവാസും ഒരു ടീമിൽ വരുന്നു. രേണു സുധി വളരെ സേഫായിട്ട് അവിടെ നിൽക്കുന്നു. രേണു സുധിയാണ് അതിലെ ക്യാപ്റ്റൻ. ജിസേല, അനുമോൾ, ശൈത്യ. ജിസേലാണ് ക്യാപ്റ്റൻ. മസ്താനി, റെന, ആര്യൻ. മസ്താനിയാണ് ക്യാപ്റ്റൻ. മസ്താനി, റെനയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബദ്ധശത്രുക്കളായി മാറിയിട്ടുണ്ടല്ലോ ഇവിടേക്ക് വന്നതിന് ശേഷം. ശരത്ത്, അനീഷ്, സാബുമാൻ. അനീഷാണ് ക്യാപ്റ്റൻ. ബിന്നി, നോറ, അഭിലാഷ്. നോറയാണ് ക്യാപ്റ്റൻ. ആദില, ഒനിൽ, പ്രവീൺ. ഇതിന് ശേഷം ഗംഭീരമായിട്ടുള്ള അലമ്പാണ്. നമുക്ക് നോട്ട് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അലമ്പ്. രേണു സുധി എനിക്ക് തോന്നുന്നു ഇങ്ങനെ അക്ബറിൻ്റെ ഒരു പ്രൊട്ടക്ഷനിൽ നിൽക്കുകയാണ്. ഈ തൊപ്പി ആയതുകൊണ്ട് പിടിച്ച് വലിക്കുമ്പോഴത്തേനും മുടിയലൊക്കെ കൊള്ളും. പിന്നെ മുടിയലൊക്കെ പിടിച്ച് വലിച്ചാൽ നല്ല വേദന ആയിരിക്കുമല്ലോ. രേണുക്ക് എങ്ങനെ സഹിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് അനീഷിനാണ്. അനീഷാണെങ്കിൽ ഈ പുതപ്പുമായിട്ട് അങ്ങ് കിടന്നുപോയി. അതുകൊണ്ട് ശ്വാസം മുട്ടി എല്ലാവരും കൂടെ അനീഷിൻ്റെ പുറത്ത്. അപ്പാനി മാക്സിമം സംരക്ഷിക്കാൻ ശ്രമിച്ചു. സാബുമാൻ ശ്രമിച്ചു. പക്ഷേ അവസാനം അനീഷിൻ്റെ തൊപ്പിയുടെ ഒരു കഷ്ണമായിട്ട് ഷാനവാസ് ഓടി അവിടെ പോയി ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ലക്ഷ്മിയൊക്കെ കാര്യമായിട്ട് തന്നെ മർദ്ദിച്ചു. തൊപ്പി നഷ്ടപ്പെടാനായിട്ട് ലക്ഷ്മിയും ഒരു കാരണമായി. അപ്പോൾ എത്ര പീസായി എന്നുള്ളത് എനിക്കറിയില്ല. 3-4 പീസായിട്ടുണ്ടെന്ന് തോന്നുന്നു അനീഷിൻ്റെ തൊപ്പി. അനീഷിന് അത് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കി. അനീഷിന് നല്ലൊരു ക്ഷീണം കാണുന്നുണ്ട്. അപ്പാനിയും സാബുമാനും എന്തിനാണ് അനീഷിനോട് കയർത്തതെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. കാരണം അനീഷ് എന്ത് ചെയ്യാനാണ്? അനീഷ് അതിനകത്ത് പെട്ടുപോയി. ഇടയ്ക്കത്തെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണല്ലോ എപ്പിസോഡിൽ കാണിക്കുന്നത്. അങ്ങനെ അനീഷ്, ശരത്ത്, സാബുമാൻ ഔട്ടായിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ആര്യൻ്റെ ഡാർക്ക് ഹ്യൂമറൊക്കെ വരുന്നത്.
ആര്യൻ ഭയങ്കര സേഫ് കളിക്കുന്ന ഒരു മച്ചാനാണ്. ആര്യന് മറ്റേ ബോഡിയിലൊന്നും മുറിവ് പറ്റുക അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാക്കുക എന്നീ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉള്ള മുടി വെട്ടുന്ന ആ ഒരു ടാസ്കിലേക്ക് പുള്ളി റിസ്ക് എടുക്കാതിരുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുടെ തൊപ്പി പിടിച്ച് വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അവർ ഫിസിക്കൽ അസോൾട്ടൊക്കെ ആരോപിക്കുക എന്നുള്ള ഒരു പേടിയും ആര്യനുണ്ട്. അതിപ്പോഴാണ് ഈ രേണുസുധിയുടെ കാര്യം ആര്യൻ പറയുന്നതും അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നതും. അപ്പോൾ എല്ലാ ആൾക്കാരും ഇടപെടുകയാണ്. അക്ബർ അവിടെ ഇടപെടുന്നുണ്ട്. അപ്പോൾ ആര്യൻ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അനീഷിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അക്ബർ ചിരിച്ചില്ല എന്നീ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അനുമോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്, ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, അതിനകത്ത് കയറാം. അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് അനുമോൾ ആര്യനെ രണ്ടെണ്ണം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരിത് ആ ഒരു കാര്യം അവിടെ സുധിയായിട്ടും വലിയ ബന്ധമുള്ള ആളുകൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പുറമെ നിന്നുള്ള ആളുകൾക്ക് അതൊരു തമാശയായിട്ടൊക്കെ തോന്നും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഡാർക്ക് ഹ്യൂമറായിട്ടൊക്കെ തോന്നും. കാരണം ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ തന്നെ ചിരിച്ചു. സുധിയേട്ടാ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ചിരി വന്നു. മനുഷ്യന്മാരല്ലേ, നമ്മളന്ന് അത്ര ഭയങ്കര നല്ല ആൾക്കാരൊന്നും അല്ല, ഇത് നല്ല ആളുകളുടെ ഷോയും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു സംഭവം വന്നു. ഷാനവാസിൻ്റെ കയ്യിൽ പരിക്കുണ്ട്, അനീഷ് കടിച്ചതാണ് എന്നൊക്കെ പറയുന്നു. പിന്നെ അനുമോള് ജിസേൽ ജയിലിലാണ്. ജിസേൽ എന്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്, എന്ത് പക്വതയോടാണ് സംസാരിക്കുന്നത്. അനുമോളോട് കൃത്യമായിട്ട് നിനക്ക് കൊച്ചിൽ തൊട്ട് ഈ ഒരു വാശിയുണ്ടോ, നീ റിവെഞ്ച് എടുത്തതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അവരുടെ സ്ഥാനത്ത്, ജിസേലിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് വൻ വിഷയമാക്കിയാണ്. ജിസേൽ കരയാതെ അത് എത്ര മനോഹരമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതേപോലെ ജിസേൽ പറയുന്നുണ്ട്, നീ ചുമ്മാ സീരിയലിലെ സിനിമയിലേക്ക് പോലെ തന്നെ വിക്ടിം കാർഡ് ഇറക്കി കരയുകയാണ്, കരയുന്ന പെണ്ണുങ്ങളെ ആളുകൾ സപ്പോർട്ട് ചെയ്യുമല്ലോ, ഞാൻ അങ്ങനെ കരയത്തൊന്നുമില്ല. അതേപോലെ തന്നെ ആര്യൻ ജിസേലിൻ്റെ ആ ഒരു ഇഷ്യൂവിൽ അനുമോൾ സോറി പറയണം എന്നൊക്കെ ജിസേൽ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നുകൂടി ചിന്തിക്കണം അനുമോൾ എന്നുള്ള ഒരു കാര്യമൊക്കെ ജിസേൽ പറയുന്നുണ്ട്. ജിസേൽ അത്ര മാന്യമായിട്ടാണ് ആ ഒരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനുശേഷം നമ്മൾ എപ്പിസോഡിൽ കണ്ടത് ആദില, ശൈത്യ എന്നിവരുടെ ഒരു തുറന്ന് പറച്ചിലൊക്കെയാണ് ഈ അനുമോളുടെ ഗെയിമിനെ കുറിച്ചിട്ട്. എല്ലാം കണ്ടൻറ്റാണ്, അനുമോൾക്ക് എല്ലാം കണ്ടൻറ്റാണ്. ആര്യനായിട്ടുള്ള കോംബോ കണ്ടൻറ്റാണ്, കിച്ചൺ കണ്ടൻറ്റാണ്, എല്ലാം കണ്ടൻറ്റാണ്. ഇന്നലെ ശൈത്യ പച്ചക്ക് അങ്ങനെ പറഞ്ഞത് ശൈത്യക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ശരിക്കും ശൈത്യം ആദിലേങ്കടെ പ്ലാൻ ചെയ്ത് കയറി വരികയാണെന്നുണ്ടെങ്കിൽ അനുവിനൊക്കെ ഈസിയായിട്ട് സൈഡാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നൂറ് ആ കൂട്ടത്തിൽ അങ്ങ് സിങ്ക് ആവുന്നില്ല. അതിന് ആ ഒരു രീതിയിലുള്ള ബുദ്ധി പല സമയത്തും പോകത്തില്ല. അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേന് പ്രൊവോക്ക് ചെയ്യാനായിട്ടും വെറുപ്പിക്കാനായിട്ടും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. അനീഷിനെ പോലെ റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ അനീഷ് പറയുന്ന അതേ മോഡുലേഷനിൽ പറയാനായിട്ട് നൂറയ്ക്കറിയാം. അപ്പോൾ അതൊക്കെയാണ് ഹൗസിൽ നടക്കുന്ന സംഭവങ്ങൾ. ഏതായാലും ഈ ഇത്രയധികം അലമ്പുള്ള ഒരു ടാസ്ക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. ഇതിനുവേണ്ടി എനിക്ക് തോന്നുന്നു കുറേയധികം ആളുകൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞ് ചുമ്മാ റാങ്കിങ് പോലത്തെ ടാസ്കുകളും മൊത്തത്തിലിങ്ങനെ നമ്മളൊക്കെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എഴുതി മടുക്കുന്ന തരത്തിലുള്ള ടാസ്കുകളൊക്കെയാണ്. പക്ഷേ എന്തെങ്കിലും കാണാനുള്ള ടാസ്ക് ഇതൊക്കെയാണ്. ഈ അലമ്പും വർത്തമാനങ്ങളും ഒരു പരിധിവരെയൊക്കെ ആസ്വാദകരമാണ് പല ആളുകൾക്കും എന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. ഒരലമ്പിലേക്ക് എല്ലാവരും കൂടെ അങ്ങ് ചാടി കയറിയല്ലേ. പരിപ്പിന് വെള്ളം കൂടിയ കേസാണെങ്കിൽ പോലും 16 പേര് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയൊന്നും കിട്ടത്തില്ല. അതേപോലെ പലയിടങ്ങളിൽ പല ആളുകൾ നിൽക്കുകയാണ്. ലൈവ് ആണെങ്കിൽ കൂടെ ക്യാമറ കട്ട് ചെയ്താണ് കാണിക്കുന്നത്. ഒരു സംസാരത്തിൻ്റെ ബാക്കി പിന്നീട് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇത് കണക്ഷനൊന്നും കിട്ടത്തൊന്നുമില്ല. ഇതിങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ ആർക്ക് പറ്റും? രാവിലെയൊക്കെ ലൈവ് കണ്ടിട്ട് എനിക്ക് നല്ല ഉറക്കം വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന്. പിന്നെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി വേറെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോഴായിരിക്കും ഇവിടെ വലിയ സംഭവമൊക്കെ നടക്കുന്നത്. ഏതായാലും കൊള്ളാം, പരിപാടികളൊക്കെ കൊള്ളാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യം അവധിയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇടയ്ക്കത്തൊക്കെ മിസ്സാവും. കാരണം ഞാൻ ഈ മെയിൻ ചാനലിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകണം. അതേപോലെ തന്നെ എനിക്ക് ഇപ്പം എപ്പിസോഡ് ഡിലേ ആകുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ ഇരിക്കാമെന്ന്. അങ്ങനെയല്ല, ഞാനിത് 1 മണിക്കൂർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുകയും ഇത് പറയാൻ തന്നെ ഇപ്പം വീഡിയോ അരമണിക്കൂറിൻ്റെ ആണെങ്കിൽ 3/4 മണിക്കൂറിൻ്റെ ഫുട്ടേജ് ഉണ്ടാവും. ചിലതൊക്കെ റിപ്പീറ്റ് അടിച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയും, പറയുമ്പോഴൊക്കെ തെറ്റിപ്പോകുമല്ലോ. ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ എടുക്കും. അപ്പോൾ തന്നെ 2 മണിക്കൂറായി. 10 ഈ ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തെന്ന് തീർക്കുമ്പോഴത്തേന് ചില ദിവസങ്ങളിൽ 12 1 ആവും. അപ്പോൾ അത് എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന സമയത്ത് പോലും നമ്മുടെ ഫോക്കസ് പോകും. കാരണം നമ്മളിങ്ങനെ നോട്ട് ചെയ്യുന്ന സമയത്തേ അതിനകത്തുള്ള ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുപോകും. ഇത്തിരി പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്ക് പറ്റും, നമ്മളത്ര പ്രൊഫഷണൽ അല്ല ഈ പരിപാടിയിൽ. നമ്മൾ അത്ര ഷോയൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, കമൻറ്റ് ബോക്സിൽ പറയുക. നന്ദി.